ഇന്ന് വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് ഈ വിഷുവിന് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഇതേപോലെ നല്ല പിഴിഞ്ഞ് ചോറിനോടൊപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ വിഷുവിന് മാത്രമല്ല, എപ്പോഴും നമുക്ക് ഇതേപോലെ മാമ്പഴ പുളിശ്ശേരി വെക്കാം, നല്ല സ്വാദോടുകൂടി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഉടഞ്ഞു പോകാത്ത മാങ്ങ എടുക്കണം, എന്നാൽ പഴുത്തിട്ടുണ്ടാവുകയും വേണം. എന്നിട്ട് ഇതേപോലെ നല്ല ഒന്നായിട്ട് തൊലി കളയുക, ചെത്തിയെടുക്കരുത്. ഇതേപോലെ തൊലി കളഞ്ഞെടുക്കുക. അതിൻ്റെ ഞെട്ട് ഭാഗം ഒന്ന് ചെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ തൊലി ഇങ്ങനെ ഉലിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ നല്ല മാംസളമായ മാങ്ങ ആയിരിക്കണം. ചെറിയ മാങ്ങയാണ് എപ്പോഴും മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് നല്ലത്. ഇപ്പോൾ ചന്ദ്രകാരം മാങ്ങയോ ഇതേപോലെ ചെറിയ നാടൻ മാങ്ങയോ ഒക്കെ നല്ലതാണ്. അപ്പോൾ നേരിയൊരു പുളി ഉണ്ടാകണം, മധുരവും ഉണ്ടാകണം. അപ്പോൾ വളരെ പഴുത്തു പോയ മാങ്ങ കൊള്ളൂല, അപ്പോൾ ഉടഞ്ഞു പോകും. ഇതേപോലത്തെ മാങ്ങയിരിക്കണം. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും എപ്പോഴും എന്തായാലും ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാറുണ്ട്. അപ്പോൾ നമുക്കും വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം ഞാനെല്ലാം ഇതേപോലെ തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തൊലി മാറ്റി വെച്ച് ഇനി നമുക്കത് മൺചട്ടിയിലേക്ക് മാറ്റി അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ കുറച്ച് പച്ചമുളക്, ഒരു 5-6 പച്ചമുളകും കൂടി ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം. അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് സിമ്മിലിടുക. ഇനി മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം മാങ്ങ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് സിമ്മിലിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പഴുത്ത മാങ്ങയും ആണ്, അതേപോലെ തന്നെ മൺചട്ടിയും ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാങ്ങ വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ വെന്ത് കിട്ടും. വെന്താന്ന് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര ഇല്ലാത്തവർ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഈ സ്പൂണിൻ്റെ സൈഡ് കൊണ്ട് ഇതേപോലെ ഒന്ന് മാംസളമായ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കറിയിരിക്കും. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കാൻ നല്ല സുഖമാണ്. ഇതേപോലെ അതിൻ്റെ ആ തവിയുടെ വക്കുകൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് വരുമ്പോൾ നമ്മുടെ കറി ഉണ്ട് നല്ല ജ്യൂസിയായ കറിയായി. ഇപ്പം തന്നെ കണ്ടെന്ന് നമുക്ക് കൊതിയാകും, അത്രയും കഴിക്കാൻ തോന്നും. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പറല്ലേ? നല്ല ചാറൊക്കെ നല്ല കുറി വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ മാങ്ങ മാത്രം ഇതുപോലെ ഉടച്ച് ചേർത്തതാണ്. അപ്പം അത് ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു 1/2 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-12 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജാറ് കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കുറിയ ജാറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചാറ് കൂടി പോകരുത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇപ്പം തന്നെ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. തേങ്ങ അരപ്പ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു നല്ല കട്ടിയായിട്ടുള്ള തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട, സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോഴാണ് നല്ല കറി നല്ല കൊഴുത്ത ചാറോടുകൂടി കിട്ടുന്നത്. അപ്പം അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇരിക്കുമ്പോൾ ഇത്തിരിയും കൂടി ഇതൊന്ന് കുറുകി വരും, മൺചട്ടി ആയതുകൊണ്ട്.
ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇത്തിരി അധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്വാദായിരിക്കും കറിക്ക്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതോ മുളക് പൊടിയോ ചേർത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും. ഇതിൻ്റെ കടുകിൻ്റെയും ഉലുവയുടെയൊക്കെ ടേസ്റ്റൊക്കെ അതിനകത്ത് ഇറങ്ങി നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചാറെല്ലാം നന്നായിട്ട് കുറിയിട്ടുണ്ട്. നമ്മുടെ കറി നല്ല സൂപ്പറായില്ലേ? ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല കറിയാണെന്ന്. ഇത് കൂട്ടി ചോറുണ്ണാനായിട്ട് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇത്തിരി ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം മീൻ വറുത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു മാങ്ങ ഇട്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി കഴിക്കേണ്ടത്. അതുപോലെ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞതിന് ശേഷം നല്ല ചോറ് നല്ലവണ്ണം കുഴച്ച് ഒരു കഷ്ണം മീനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. സൂപ്പർ ടേസ്റ്റിൽ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളിയല്ലേ? അപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല സ്വാദാണെന്ന്. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.